ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ കുറിച്ചാണ്. യൂണിയൻ ലെജിസ്ലേച്ചറിൽ നമുക്ക് 2 ഹൗസസ് ഉണ്ടായിരുന്നു, രാജ്യസഭ ആൻഡ് ലോക്സഭ. നമ്മളതിൻ്റെ കോമ്പോസിഷൻ നോക്കി, ഓരോ ഹൗസിൻ്റെയും കോമ്പോസിഷൻ നോക്കി, അതിൽ മെമ്പർഷിപ്പിന് ആവശ്യമായ ക്വാളിഫിക്കേഷൻസ് നോക്കി, അത് കോൺസ്റ്റിറ്റ്യൂഷൻ വഴി പറയുന്ന ക്വാളിഫിക്കേഷൻസ് നോക്കി, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് വഴിയുള്ള ക്വാളിഫിക്കേഷൻസ് നോക്കി, ഡിസ്ക്വാളിഫിക്കേഷൻസ് നമ്മൾ കണ്ടിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയുള്ളതായാലും റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് വഴിയുള്ളതാണെങ്കിലും അതുപോലെ തന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ പറയുമ്പം ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷനും നമ്മൾ നോക്കി. പിന്നെ യൂണിയൻ ലെജിസ്ലേച്ചറിൻ്റെ ഫംഗ്ഷൻ എന്താണ് അത് നമ്മളവിടെ പറഞ്ഞു. സോ അതേപോലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എടുക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ 2 ഹൗസസ് ഉണ്ട്. ആ 2 ഹൗസിൻ്റെയും കോമ്പോസിഷൻ, പിന്നെ മെമ്പർഷിപ്പിന് വേണ്ട ക്വാളിഫിക്കേഷനും ഡിസ്ക്വാളിഫിക്കേഷനും ഫംഗ്ഷൻസും ഒക്കെ നമ്മൾ യൂണിയൻ ലെജിസ്ലേച്ചറിൽ എങ്ങനെ ഡിസ്കസ് ചെയ്തു അതേപോലെ ഡിസ്കസ് ചെയ്തു. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് 2 ഹൗസസ് ഉണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും. അതിൽ ചില സ്റ്റേറ്റിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ കാണുകയുള്ളൂ, ചിലതിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇത് രണ്ടും കാണപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമുള്ള ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ യൂണി ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നു. ഇനി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, അതിൻ്റെ കൂടെ ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നു. പാർട്ട് 6 ആർട്ടിക്കിൾസ് 168 to 212 സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. There is no uniformity in the organization of state legislatures. Most of the states have a unicameral system, while others have a bicameral system. നിലവിലിപ്പം 6 സ്റ്റേറ്റ്സിനാണ് ബൈക്യാമറൽ സിസ്റ്റം ഉള്ളത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, UP, ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക. അപ്പോൾ യൂണിക്യാമറൽ സിസ്റ്റത്തിൽ എന്താണുള്ളത്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ എന്തൊക്കെയായിരിക്കും? ഗവർണറും ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിരിക്കും. ഗവർണർ 2 ഹൗസിൻ്റെ മെമ്പർ ആയിരിക്കില്ല, പക്ഷേ ലെജിസ്ലേഷൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടായിരിക്കും. നമ്മൾ പ്രസിഡൻറ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഗവർണർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടായിരിക്കും. പ്രസിഡൻറ്റ് യൂണിയൻ ലെജിസ്ലേച്ചറിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടായിരുന്നു. അപ്പോൾ ബൈക്യാമറൽ സിസ്റ്റം ആണെങ്കിലോ ഗവർണർ ഉണ്ടാവും, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാവും, അതിൻ്റെ കൂടെ ലെജിസ്ലേറ്റീവ് കൗൺസിലും കൂടെ കാണും. ഇനിയും ലെജിസ്ലേറ്റീവ് അസംബ്ലിനെ ലോവർ ഹൗസ്, പിന്നെ ഫസ്റ്റ് ചേംബർ, പോപ്പുലർ ഹൗസ് എന്നൊക്കെ വിളിക്കപ്പെടുന്നു. വിധാൻസഭ എന്ന് ഇതിനെ വിളിക്കും. അപ്പോൾ ഇത് സിമിലർ ടു ലോക്സഭയാണല്ലേ. സെൻട്രൽ ഗവൺമെൻറ് കേസ് എടുക്കുമ്പോൾ അവിടെ ലോവർ ഹൗസ്, പോപ്പുലർ ഹൗസ് എന്നൊക്കെ വിളിച്ചിരുന്നത് ലോക്സഭേനാണ്. അപ്പം അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് ഇവിടെ ലോവർ ഹൗസ് ഓർ പോപ്പുലർ ചേംബർ, ഫസ്റ്റ് ചേംബർ ഓർ പോപ്പുലർ ഹൗസ്. നെക്സ്റ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. നമ്മൾ പറഞ്ഞു ഇപ്പോൾ നിലവിൽ 6 സ്റ്റേറ്റ്സിൽ മാത്രമേ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള ബൈക്യാമറൽ സിസ്റ്റം ഉള്ളൂ. ഇതിന് വിധാൻ പരിഷത്ത് എന്ന് പറയുന്നു. അപ്പർ ഹൗസ്, സെക്കൻഡ് ചേംബർ അഥവാ ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഇത് സിമിലർ ടു രാജ്യസഭയാണ്. ഇനിയും നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കോമ്പോസിഷൻ നോക്കാം. അതിൻ്റെ മിനിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 60 ആണ്, മാക്സിമം സ്ട്രെങ്ത് 500 ആണ്. ഇവയിലെ എല്ലാ മെമ്പേഴ്സിനും ഡയറക്റ്റ്ലി ഇലക്റ്റഡ് ആണ്. ലോക്സഭ പോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, സ്റ്റേറ്റിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സിനെല്ലാം തന്നെ ഡയറക്റ്റ്ലി ഇലക്റ്റഡ് ആണ്. മിനിമം 60 മെമ്പേഴ്സാണ്, മാക്സിമം 500. നോർമലി ഇതാണ് ഫോളോ ചെയ്യുന്നത്. ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. ഇൻ കേസ് ഓഫ് അരുണാചൽ പ്രദേശ്, സിക്കിം ആൻഡ് ഗോവ ദ മിനിമം നമ്പർ ഈസ് ഫിക്സ്ഡ് at 30, ആൻഡ് ഇൻ കേസ് ഓഫ് മിസോറാം ആൻഡ് നാഗാലാൻഡ് ഇറ്റ് ഈസ് 40 and 46 റെസ്പെക്റ്റീവ്ലി. മിസോറാമിൽ 40യും നാഗാലാൻഡിൽ 46ഉമാണ് മിനിമം നമ്പർ. ആൻഡ് അരുണാചൽ പ്രദേശ്, സിക്കിം ആൻഡ് ഗോവയിലെ മിനിമം നമ്പർ എന്ന് പറയുന്നത് ഫിക്സ്ഡ് at 30 ആണ്. സം മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഇൻ സിക്കിം ആൻഡ് നാഗാലാൻഡ് ആർ ഓൾസോ ഇലക്റ്റഡ് ഇൻഡയറക്ട്ലി. ഇത് എക്സെപ്ഷണൽ കേസ് മാത്രമാണ്. ഇനിയും ഡയറക്റ്റ് ഇലക്ഷനാണ് നമ്മൾ പറഞ്ഞു, പക്ഷേ അതിൽ നമ്മൾ ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് നോക്കും. ഫോർ ദ പർപ്പസ് ഓഫ് ഹോൾഡിംഗ് ഡയറക്റ്റ് ഇലക്ഷൻസ് ടു ദ അസംബ്ലി ഈച്ച് സ്റ്റേറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ്. നമ്മൾ യൂണിയൻ്റെ കേസ് പറഞ്ഞപ്പോഴും ഇത്തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുവേഴ്സ് ദാറ്റ് ദെയർ ഈസ് യൂണിഫോമിറ്റി ഓഫ് റെപ്രസെൻറ്റേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ ദ സ്റ്റേറ്റ്. After each census, a readjustment is to be made in the total number of seats in the assembly of each state and the division of each state into territorial constituencies. അതുപോലെ പോപ്പുലേഷൻ റേഷ്യോയുടെ ബേസിസിൽ ഓരോ സ്റ്റേറ്റിലും സ്കെഡ്യൂൾഡ് കാസ്റ്റിനും സ്കെഡ്യൂൾഡ് ട്രൈബ്സിനും സീറ്റ് റിസർവേഷൻ ഉണ്ടാവും. അത് അവർക്ക് പ്രോപ്പർ റെപ്രസെൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് കൗൺസിലിലെ കോമ്പോസിഷൻ നോക്കാം. കൗൺസിൽ സിമിലർ ടു രാജ്യസഭയാണ് നമ്മൾ പറഞ്ഞു. ഇവിടെ ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആണ്. ഇവിടെ മിനിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 40യും മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് കൗൺസിലിൽ എത്ര പേരുണ്ടായിരുന്നു അവരുടെ 1/3 മെമ്പേഴ്സ് ആയിരിക്കണം ഇതിൽ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ മിനിമം സ്ട്രെങ്ത് 40 ആണ് ആൻഡ് മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1/3 മെമ്പേഴ്സ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 1/3 മെമ്പേഴ്സ് മാക്സിമം ഇവിടെ കാണണം. ഈ മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ്സ് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനകത്താണ്, പക്ഷേ നമുക്ക് ആക്ച്വലി ഉള്ള സ്ട്രെങ്ത് പറയുന്നത് ഫിക്സ് ചെയ്യുന്നത് പാർലമെൻറ്റാണ്. അപ്പോൾ ഇന്നേവേ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അസംബ്ലിയുടെ ആ ഒരു സ്റ്റേറ്റിലെ അസംബ്ലിയിൽ എത്രയാണോ സ്ട്രെങ്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനിയും ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് ഇൻഡയറക്റ്റ് ഇലക്ഷനാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/6 പാർട്ടിനെ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്.
രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന പോലെ ഇതിലേക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് ഗവർണർ 1/6 മെമ്പറിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി 5/6 പാർട്ട് എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആളുകളായിരിക്കും. ഇൻ അക്കോർഡൻസ് വിത്ത് ദ സിസ്റ്റം ഓഫ് പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് എ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. ഇതിൽ 1/3 ആളുകൾ ഇലക്റ്റഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ലോക്കൽ ബോഡീസ് ഇൻ ദ സ്റ്റേറ്റ് ലൈക്ക് മുനിസിപ്പാലിറ്റീസ്, ഡിസ്ട്രിക്ട് ബോർഡ്സ് എക്സെട്ര. 1/12 are elected by graduates of 3 years standing and residing within the state. Next 1/12 are elected by teachers or teachers of 3 years standing in the state, not lower in standard than the secondary school. 1/3 are elected by the members of the legislative assembly of the state from amongst the person who are not members of the assembly. ബാക്കി 1/6 എന്ന് പറയുന്നത് are nominated by the governor from amongst the persons who have a special knowledge or practical experience of literature, science, art, cooperative movement and social service. നെക്സ്റ്റ് നമുക്ക് ക്വാളിഫിക്കേഷൻസ് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ള ക്വാളിഫിക്കേഷൻസ് ആണ്. ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അതുപോലെ ഹി മസ്റ്റ് മേക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ആൻ ഓത്ത് ഓർ അഫർമേഷൻ ബിഫോർ ദ പേഴ്സൺ ഓത്തറൈസ്ഡ് ബൈ ദ ഇലക്ഷൻ കമ്മീഷൻ ഫോർ ദിസ് പർപ്പസ്. ഇതിൽ സ്വെയർ ചെയ്യേണ്ട കാര്യങ്ങൾ ടു ബെയർ ട്രൂ ഫെയ്ത്ത് ആൻഡ് അലീജിയൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ടു അപ്ഹോൾഡ് ദ സോവറൈനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഓത്ത് ഓർ അഫർമേഷൻ സ്വെയർ ചെയ്ത ആളായിരിക്കണം. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എത്ര പ്രായമാണ് ഇവർക്ക് വേണ്ടതെന്നുള്ള പറയുന്നത്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും അല്ലേ ഉള്ളത്. അപ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്, അതായത് രാജ്യസഭ പോലെ നേച്ചറുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ എൽഡർ ആയിട്ടുള്ള ആളുകളായിരിക്കും കാണുന്നത്. അപ്പോൾ അവിടുത്തെ മിനിമം ഏജ് എന്ന് പറയുന്നത് 30 years ആണ്. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ എങ്ങായിരിക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് വേണ്ട. 25 ആണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ചേരാനുള്ള മിനിമം പ്രായം. He must not be less than 30 years of age in case of legislative council and not less than 25 years of age in case of the legislative assembly. ഇനി അതുപോലെ പാർലമെൻറ്റ് പറയുന്ന ക്വാളിഫിക്കേഷൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെൻറ്റിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ആരാണോ അദ്ദേഹത്തിന് മുന്നിൽ ഇരുന്നിട്ട് ആരെയാണോ ഓത്തറൈസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് മുന്നിൽ ഒരു ഓത്ത് ഓർ അഫർമേഷൻ സ്വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ അതായത് ഹൗസ് ഓഫ് എൽഡേഴ്സിൻ്റെ ഹൗസിലാണെങ്കിൽ 30 years ആണ് മിനിമം ഏജ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിൽ അവിടെ 25 ആണ് മിനിമം ഏജ്. ഇനിയും പാർലമെൻറ്റ് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് പറയുന്നത് അതും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 പ്രകാരമുള്ള ക്വാളിഫിക്കേഷൻസ് നോക്കാം. ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണല്ലോ. അപ്പോൾ അതിലേക്ക് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഏതാണോ ആ വ്യക്തി അദ്ദേഹം ആ കൺസേൺഡ് സ്റ്റേറ്റ് ഏതാണോ അവിടുത്തെ ഒരു ഇലക്ടർ ആയിരിക്കണം. ഇനിയും ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് ഇലക്ഷൻ ഇൻഡയറക്റ്റ് ഇലക്ഷൻ വഴി അല്ലാതെ ഗവർണറിൻ്റെ നോമിനേഷൻ വഴിയും വരാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ടും കൺസേൺഡ് സ്റ്റേറ്റിൽ താമസിക്കുന്ന ഒരു റെസിഡൻ്റ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരമുള്ള ക്വാളിഫിക്കേഷനാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി എടുക്കുകയാണെങ്കിലും അവിടുത്തെ ഒരു ഇലക്ടർ ആയിരിക്കണം, ആ കൺസേൺഡ് സ്റ്റേറ്റിലെ ഇലക്ടർ ആയിരിക്കണം ആ പേഴ്സൺ എന്നുള്ളത് നിർബന്ധമാണ്. എ പേഴ്സൺ ടു ബി ഇലക്റ്റഡ് ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി മസ്റ്റ് ബി ആൻ ഇലക്റ്റഡ് ഫോർ ആൻ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ദ കൺസേൺഡ് സ്റ്റേറ്റ്. ഇനിയും സീറ്റ് റിസർവ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ ആ റിസർവ്ഡ് സീറ്റിലേക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് അതേതാണോ റിസർവേഷൻ പറഞ്ഞിരിക്കുന്നത്, സ്കെഡ്യൂൾഡ് കാസ്റ്റിനുള്ളതാണെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകൾ മാത്രമേ ആ പെർട്ടിക്കുലർ സീറ്റിന് വേണ്ടിയിട്ട് നിൽക്കാൻ പാടുള്ളൂ. ട്രൈബിൻ്റെ കേസ് ആണെങ്കിലും ഇതേപോലെ തന്നെ അവർ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. പക്ഷേ റിസർവ്ഡ് അല്ലാത്തൊരു സീറ്റിലേക്കാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. നെക്സ്റ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ നോക്കാം. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ളതുണ്ട്, പിന്നെ അതുപോലെ തന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരമുള്ളത്, അതുപോലെ തന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട് ഗ്രൗണ്ട്സ് ഓഫ് ഡിഫെക്ഷൻ നമ്മൾ നോക്കും. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയോ അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ അണ്ടറിൽ ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഒന്നും ഉള്ള ആളാവാൻ പാടില്ല. സോ ഇഫ് ഹി ഹോൾഡ്സ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ദ യൂണിയൻ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിസ്ക്വാളിഫൈഡ് ആകും. നെക്സ്റ്റ് ഇഫ് ഹി ഈസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആൻഡ് സ്റ്റാൻഡ് സോ ഡിക്ലെയർഡ് ബൈ എ കോർട്ട്. ഇനിയും അദ്ദേഹം ഒരു അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവൻ്റ് ആണെങ്കിലും ഇത്തരത്തിൽ ഡിസ്ക്വാളിഫൈഡ് ആകും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വാളിഫിക്കേഷൻ ആദ്യം പറയുന്ന കാര്യമാണ് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഏതെങ്കിലും ഒരു തരത്തിൽ നഷ്ടപ്പെടുകയാണെങ്കിലും അദ്ദേഹം ഡിസ്ക്വാളിഫൈഡ് ആകും. ക്വാളിഫിക്കേഷൻ എല്ലാം തീരുമാനിക്കുന്നത് ഡിസൈഡ് ചെയ്യുന്നത് പാർലമെൻ്റ് ആണെന്ന് പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ക്രൈറ്റീരിയാസ് അല്ലാതെ പാർലമെൻറ്റ് പറയുന്ന ക്വാളിഫിക്കേഷനും കൂടെ ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം പാർലമെൻറ്റ് ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ പാർലമെൻറ്റ് ഉണ്ടാക്കിയ ഏതെങ്കിലും ലോ പ്രകാരം അതിൽ അദ്ദേഹം ക്വാളിഫൈഡ് അല്ല എങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആകും ഇത്തരത്തിൽ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഡിസ്ക്വാളിഫിക്കേഷൻസ് ഇഫ് ഹി ഹോൾഡ്സ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ദ യൂണിയൻ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇഫ് ഹി ഈസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആൻഡ് സ്റ്റാൻഡ് സോ ഡിക്ലെയർഡ് ബൈ എ കോർട്ട്, ഇഫ് ഹി ഈസ് ആൻ അൺഡിസ്ചാർജ് ഇൻസോൾവൻറ്റ്, if he is not a citizen of India or has voluntarily acquired the citizenship of a foreign state or is under any acknowledgement of allegiance to a foreign state. കാരണം എന്താ നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന സിംഗിൾ സിറ്റിസൺഷിപ്പ് റൂളാണല്ലേ. നെക്സ്റ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ വന്ന് ഇഫ് ഈസ് സോ ഡിസ്ക്വാളിഫൈഡ് അണ്ടർ എനി ലോ മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ്.
നെക്സ്റ്റ് റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 പ്രകാരമുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ് ആണ്. ഇതിൽ മെയിനായിട്ട് നോക്കുന്നത് ഈ വ്യക്തി ഏതെങ്കിലും രീതിയിൽ ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണോ, അതുപോലെ എന്തെങ്കിലും ഒരു സോഷ്യൽ ക്രൈം പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തിയാണോ, പിന്നെ കറപ്ഷൻ പോലെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരമുള്ള ഡിസ്ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ്, ഹി മസ്റ്റ് നോട്ട് ഹാവ് ബീൻ ഫൗണ്ട് ഗിൽറ്റി ഓഫ് സർട്ടൺ ഇലക്ഷൻ ഒഫൻസസ് ഓർ കറപ്റ്റ് പ്രാക്ടീസസ് ഇൻ ദി ഇലക്ഷൻസ്. നെക്സ്റ്റ്, ഹി മസ്റ്റ് നോട്ട് ഹാവ് ബീൻ കൺവിക്റ്റഡ് ഫോർ എനി ഒഫൻസ് റിസൾട്ടിങ് ഇൻ ഇംപ്രസൺമെൻറ്റ് ഫോർ 2 or more years. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഒഫൻസ് എല്ലാം കമ്മിറ്റ് ചെയ്തിട്ട് 2 അതിലധികം വർഷത്തേക്ക് അദ്ദേഹത്തിന് ഇംപ്രസൺമെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഡിസ്ക്വാളിഫൈഡ് ആവും. ഹി മസ്റ്റ് നോട്ട് ഹാവ് ഫെയിൽഡ് ടു ലോഡ്ജ് ആൻ അക്കൗണ്ട് ഓഫ് ഹിസ് ഇലക്ഷൻ എക്സ്പെൻസസ് വിത്തിൻ ദ ടൈം. അപ്പോൾ ഇലക്ഷൻ എക്സ്പെൻസസ് എല്ലാം പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം വിത്തിൻ ടൈം തന്നെ, അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആകും. നെക്സ്റ്റ്, ഹി മസ്റ്റ് നോട്ട് ഹാവ് എനി ഇൻട്രസ്റ്റ് ഇൻ ഗവൺമെൻറ് കോൺട്രാക്ട്സ്, വർക്ക്സ് ഓർ സർവീസസ്. ഹി മസ്റ്റ് നോട്ട് ബി എ ഡയറക്ടർ ഓർ മാനേജിംഗ് ഏജൻറ്റ് നോർ ഹോൾഡ് ആൻ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഇൻ എ കോർപ്പറേഷൻ ഇൻ വിച്ച് ദ ഗവൺമെൻറ് ഹാസ് അറ്റ്ലീസ്റ്റ് 25% ഷെയർ. നെക്സ്റ്റ്, ഹി മസ്റ്റ് നോട്ട് ഹാവ് ബീൻ ഡിസ്മിസ്ഡ് ഫ്രം ദ ഗവൺമെൻറ് സർവീസ് ഫോർ കറപ്ഷൻ ഓർ ഡിസ്ലോയാലിറ്റി ടു ദ സ്റ്റേറ്റ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കറപ്ഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റിനോടുള്ള ഡിസ്ലോയൽറ്റിയോ കാരണം എപ്പോഴെങ്കിലും സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം ആക്ട് വഴി ഡിസ്ക്വാളിഫൈഡ് ആവും. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക് പിന്നെ അദ്ദേഹം നിൽക്കാൻ പറ്റില്ല. ഹി മസ്റ്റ് നോട്ട് ഹാവ് ബീൻ കൺവിക്റ്റഡ് ഫോർ പ്രൊമോട്ടിംഗ് enmity between different groups or for the offence of bribery. Next, he must not have been punished for preaching and practicing social crimes such as untouchability, dowry and sati. അപ്പോൾ ഏതെങ്കിലും സോഷ്യൽ ക്രൈം ലൈക്ക് അൺടച്ചബിലിറ്റിയോ ഡൗറി കൊടുക്കലോ അതുപോലെ സതി ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രീച്ച് ചെയ്യുകയോ ചെയ്യുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് അത്തരത്തിൽ ഏതെങ്കിലും ഒരു കേസിൽ പണിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആകും. നെക്സ്റ്റ്, ഡിസ്ക്വാളിഫിക്കേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂണിയൻ ലെജിസ്ലേച്ചറിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനിയും സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എടുക്കുമ്പോഴത്തേക്കും ദ ക്വസ്റ്റ്യൻ ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ അണ്ടർ ദ 10th ഷെഡ്യൂൾ ഈസ് ഡിസൈഡഡ് ബൈ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ കേസിൽ അവിടെ ചെയർമാൻ ആയിരിക്കും. അതായത് രാജ്യസഭ പോലെയാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പം രാജ്യസഭയ്ക്ക് ചെയർമാനാണുള്ളത്, അതേപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിലും ചെയർമാനാണുള്ളത്. ഇനിയും ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കേസാണെങ്കിൽ ലോക്സഭയ്ക്ക് തുല്യമാണ്. ലോക്സഭയിൽ സ്പീക്കറാണുള്ളത്. നമ്മൾ സ്പീക്കറിനെ കുറിച്ച് പറഞ്ഞു മണി ബില്ലിലൊക്കെ ഏറ്റവും കൂടുതൽ പവർ സ്പീക്കറിന്, ലോക്സഭ സ്പീക്കറിനാണ്. അദ്ദേഹമാണ് ഫൈനൽ ഡിസിഷൻ മണി ബില്ലിൻ്റെ കേസിലൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. സിമിലർലി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇവിടെ എടുക്കുമ്പോൾ ഇവിടെ സ്പീക്കറാണ് ഇൻചാർജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ സ്പീക്കറാണ്. സോ ഗവർണർ അല്ല, സ്പീക്കറാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കേസിൽ 10th ഷെഡ്യൂൾ പ്രകാരമുള്ള ഡിസ്ക്വാളിഫിക്കേഷനൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ കേസിൽ ചെയർമാനാണ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത്. ഈച്ച് ഹൗസ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഹാസ് ഇറ്റ്സ് ഓൺ പ്രിസൈഡിംഗ് ഓഫീസർ, എ സ്പീക്കർ ആൻഡ് എ ഡെപ്യൂട്ടി സ്പീക്കർ ഫോർ ലെജിസ്ലേറ്റീവ് അസംബ്ലി, എ ചെയർമാൻ ആൻഡ് എ ഡെപ്യൂട്ടി ചെയർമാൻ ഫോർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അതുപോലെ തന്നെ എ മണി ബിൽ കനോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. It can be introduced in the legislative assembly only, and that too in the recommendation of the governor. So മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഡിസിഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പീക്കറിനായിരിക്കും മെയിൻ ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ഉള്ളത്, പവർ ഉള്ളത്. ആൻഡ് മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗവർണറിൻ്റെ റെക്കമെൻഡേഷൻ, പ്രയർ റെക്കമെൻഡേഷനോടുകൂടി മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ആൻഡ് മണി ബില്ല് തിരിച്ച് റീകൺസിഡറേഷന് വേണ്ടി അയക്കാൻ ഗവർണർക്ക് പറ്റില്ല. ബിക്കോസ് പ്രയർ റെക്കമെൻഡേഷൻ പ്രകാരം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അവതരിപ്പിച്ച സാധനമാണ്, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ് മണി ബിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലെജിസ്ലേച്ചറിൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. ലെജിസ്ലേച്ചറാണ്, അപ്പോൾ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് ലോ മേക്കിംഗ് തന്നെയായിരിക്കും. യൂണിയൻ ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ പാർലമെൻറ്റാണ്. പാർലമെൻറ്റിന് 3 ലിസ്റ്റിലും, അതായത് 7th ഷെഡ്യൂളിൽ പറയപ്പെടുന്ന 3 ലിസ്റ്റിലും ലോ ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറൻറ്റ് ലിസ്റ്റിലൊക്കെ ഓവർ റൈഡിങ് പവേഴ്സ് പാർലമെൻറ്റിനുണ്ട്. സോ 3 ലിസ്റ്റാണുള്ളത്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. ഇതിൽ സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറൻറ്റ് ലിസ്റ്റിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റിലൊക്കെ ലോസ് ഉണ്ടാക്കാനായിട്ട് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എംപവേർഡ് ആണ്. കൺകറൻറ്റിൽ ബോത്ത് പാർലമെൻറ്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും ഒരുപോലെ പവേഴ്സ് ഉണ്ട്, പക്ഷേ ഓവർ റൈഡിങ് പവേഴ്സ് പാർലമെൻറ്റിനായിരിക്കും വരിക. സോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോ മേക്കിംഗ് ആണ്. ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് എംപവേർഡ് ടു മേക്ക് ലോസ് ഓൺ സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. ദ പാർലമെൻറ്റ് ആൻഡ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഹാവ് ദ റൈറ്റ് ടു മേക്ക് ദ ലോസ് ഓൺ ദ സബ്ജക്ട്സ് മെൻഷൻഡ് ഇൻ ദ കൺകറൻറ്റ് ലിസ്റ്റ്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ പവേഴ്സ്. അതിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കീപ്സ് കൺട്രോൾ ഓവർ ദ ഫിനാൻസസ് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ ഫിനാൻസസ് എല്ലാം നോക്കുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ്, അല്ലെങ്കിൽ അവയെ കൺട്രോൾ ചെയ്യുന്നത്. എ മണി ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫസ്റ്റ് ഓൺലി ഇൻ വിധാൻസഭ. അതേതാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ് മണി ബില്ല് അവതരിപ്പിക്കുന്നത് ആദ്യം.
പ്രയർ പെർമിഷൻ ഓഫ് ദ ഗവർണർ ആവശ്യമാണ്. The money bill includes authorization of the expenditure to be incurred by the government, imposition or abolition of taxes, borrowing, etc. അപ്പോൾ ഒരു മണി ബിൽ തന്നെയാണോ എന്നുള്ളത്, ഒരു പെർട്ടിക്കുലർ ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത്, സർട്ടിഫൈ ചെയ്യുന്നതും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ പ്രിസൈഡിംഗ് ഓഫീസറാണ്. അതായത് വിധാൻസഭയിലെ സ്പീക്കറാണ് ഒരു പെർട്ടിക്കുലർ ബിൽ മണി ബില്ലാണോ അല്ലയോ എന്നുള്ള സർട്ടിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺട്രോൾ ഓവർ ദ എക്സിക്യൂട്ടീവാണ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന് ഒരു കൺട്രോൾ ഇവർക്ക് കാണും. ലൈക്ക് ദ യൂണിയൻ ലെജിസ്ലേച്ചർ, ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കീപ്സ് കൺട്രോൾ ഓവർ ദ എക്സിക്യൂട്ടീവ്. അത് പറയാൻ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്താണ്? ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു വിധാൻസഭ കളക്റ്റീവ്ലി ആൻഡ് റിമെയിൻസ് ഇൻ ദ ഓഫീസ് സോ ലോങ് ആസ് ഇറ്റ് എൻജോയ്സ് ദ കോൺഫിഡൻസ് ഓഫ് വിധാൻസഭ. ഇപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭയാണ് യൂണിയൻ ഗവൺമെൻറ് കേസിൽ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് കേസിൽ. അപ്പോൾ അതിനർത്ഥം സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് എക്സിക്യൂട്ടീവ്സിൽ ഒരു കൺട്രോൾ ഉണ്ടാവും. നെക്സ്റ്റ് ഇലക്ട്രൽ ഫംഗ്ഷൻസ് ആണ്. ദ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് വിധാൻസഭ ഓർ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആർ മെമ്പേഴ്സ് ഓഫ് ദ ഇലക്ടറൽ കോളേജ് ഫോർ ദ ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമ്മൾ പ്രസിഡന്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ അതിൽ പ്രസിഡന്റിൻ്റെ ഇലക്ഷനിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്, അതിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് നോക്കിയപ്പോൾ അതിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഇലക്റ്റഡ് മെമ്പേഴ്സ് പാർട്ടിസിപ്പൻസ് ആയിരുന്നു. Thus, they have say in the election of the President of the Republic. The members of the Vidhan Sabha, that is Legislative Assembly, also elect members of the Rajya Sabha from their respective states. രാജ്യസഭയിലേക്ക് ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള മെമ്പേഴ്സാണ്, വിധാൻ സഭയിലെ മെമ്പേഴ്സാണ് ഓരോ സ്റ്റേറ്റിലെയും രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഇനി ബൈക്കാമറൽ ലെജിസ്ലേച്ചർ ഉള്ള ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ വിധാൻ പരിഷത്ത് കൂടെ കാണപ്പെടും, അല്ലെ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൂടെ കാണപ്പെടും, ലെജിസ്ലേറ്റീവ് അസംബ്ലി കൂടാതെ. അപ്പം അവിടുത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതായത് വിധാൻ പരിഷത്തിലെ 1/3 മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്ന വിധാൻസഭയിലെ മെമ്പേഴ്സാണ്. 1/3 മെമ്പേഴ്സ് ഓഫ് ദ വിധാൻ പരിഷത്ത്, ഇഫ് ഇറ്റ് ഈസ് ഇൻ എക്സിസ്റ്റൻസ് ഇൻ ദ സ്റ്റേറ്റ്, ആർ ഓൾസോ ഇലക്ടഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ വിധാൻസഭ. അപ്പം സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ ഫംഗ്ഷൻ നോക്കുമ്പോൾ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്ന ലോ മേക്കിംഗ് ആണ്. അത് പിന്നെ ഫിനാൻഷ്യൽ പവേഴ്സിൻ്റെ, മണി ബില്ലിൻ്റെ കേസിൽ ഫിനാൻഷ്യൽ പവർ കൂടുതലെന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കാണ്. സ്പീക്കറാണ് അത് സർട്ടിഫൈ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ബിൽ മണി ബില്ലാണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നത് സ്പീക്കറാണ്. പിന്നെ ലോ മേക്കിംഗ് പറയുമ്പോൾ 3 ലിസ്റ്റിലെ ഷെഡ്യൂൾ 7 3 ലിസ്റ്റിലെ, അതിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ കൺകറൻറ്റ് ലിസ്റ്റിലും ലോസ് ഉണ്ടാക്കാനായിട്ടുള്ള പവർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനുണ്ട്. പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. അപ്പം സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് അതിൻ്റെ എക്സിക്യൂട്ടീവ്സിന് മേലെ ഒരു കൺട്രോളുണ്ട്. ഇലക്ട്രൽ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പാർട്ടിസിപ്പേറ്റ് എന്നല്ല, ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനിലെ മെമ്പേഴ്സാണ്, മീൻസ് ആ ഒരു ഇലക്ട്രൽ കോളേജിലെ മെമ്പേഴ്സാണ്. ഇനി സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ കുറിച്ച് പറയുമ്പോൾ അവരുടെ കുറച്ച് ലിമിറ്റേഷൻ കൂടെ നമുക്ക് നോക്കാം. അത് നമ്മൾ ആദ്യം മുതൽ പറയുന്ന കാര്യമാണ്. സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറൻറ്റ് ലിസ്റ്റിലും ലോസ് ഉണ്ടാക്കാനുള്ള റൈറ്റ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനുണ്ട്. പക്ഷേ ലിമിറ്റേഷൻ നോക്കുമ്പോഴത്തേക്കും എന്ത് തന്നെ ലോ ഉണ്ടാക്കിയാലും പാർലമെൻറ്റ്, അതായത് യൂണിയൻ ലോ ആയിരിക്കും എപ്പോഴും പ്രിവെയിൽ ചെയ്ത് നിൽക്കുന്നത്. പാർലമെൻറ്റിന് ഓവർ റൈഡിങ് പവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ ആർട്ടിക്കിൾ 352 പ്രകാരം നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോഴും എൻറ്റയർ സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ കംപ്ലീറ്റ് കൺട്രോളും പാർലമെൻറ്റിൻ്റെ കയ്യിലായിരിക്കും. ഇനിയും ഒരു സ്റ്റേറ്റിൽ 356 പ്രകാരം പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്തു എങ്കിൽ, അതായത് സ്റ്റേറ്റ് എമർജൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പാർലമെൻറ്റിന് കംപ്ലീറ്റ് പവർ ഉണ്ട്. ഒരു സ്റ്റേറ്റിൽ ലോസ് ഉണ്ടാക്കാനുള്ള കംപ്ലീറ്റ് പവർ പാർലമെൻറ്റിന് ആ ടൈമിലുണ്ട്. ഇനിയും ജനറൽ ആയിട്ടുള്ളൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റിൽ കുറേ ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. സോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അതിപ്പോൾ യൂണിയൻ ആയാലും അങ്ങനെ തന്നെയാണ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്തൊരു നിയമം ഉണ്ടാക്കുകയാണെങ്കിലും അത് ആളുകളുടെ ഫണ്ടമെൻ്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് വോയിഡായിട്ട് ഡിക്ലെയർ ചെയ്യും, ആൻഡ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് വോയിഡായിട്ട് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ലിമിറ്റേഷൻ ഓഫ് പവേഴ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്യാൻ മേക്ക് എ ലോ ഓൺ ദ സബ്ജക്ട്സ് ലിസ്റ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് ഓൾസോ ദ കൺകറൻറ്റ് ലിസ്റ്റ്. ബട്ട് ഇൻ കേസ് the state law on a subject in the concurrent list is in conflict with the union law, the law made by the parliament shall prevail. The parliament has the complete control on the entire state list at the time when a national emergency has been declared under Article 352. Parliament also have complete power to make laws for the state during state emergency or president's rule under Article 356. Fundamental rights also impose limitations on the powers of state legislature. It cannot make laws which violate the rights of the people.